ഹായ്, ആദി കുട്ടൂസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും ഓണമൊക്കെ ഒരുക്കി എല്ലാം മാവേലി മുറ്റത്ത് അങ്ങനെ വന്ന് നിൽക്കുമായിരിക്കും അല്ലേ. ഇന്ന് പൂരാടമായി. നാളെ ഒന്നാം ഓണം ഉത്രാടമാണ്. നാളെ നമ്മുടെ ജോലിയുടെ ഒരു ദിവസമാണ്. എനിക്ക് ഈ വർഷം ഓണം എന്ന് പറയാമെന്നല്ലാതെ ഈ പറഞ്ഞ കണക്ക് ഓണത്തിൻ്റെ ഒന്നും യാതൊരു മനസ്സിനൊരു ഞാനും ഉണ്ട്, അണ്ണനും ഉണ്ട്. എന്തോ ഓണം, ഒരു മോളും ഉള്ളത്. അവൾ പറഞ്ഞ കണക്ക് ഇപ്പം അമ്മയുണ്ട്, അമ്മാവിയുണ്ട്. അപ്പം ഓണം എത്രയായാലും അവിടെ നിന്ന് അവൾ ഊണ് കഴിച്ചിട്ടേ അവൾ ഇങ്ങോട്ട് വരും. അല്ലെങ്കിൽ പോലും ചേച്ചി ഇല്ലെങ്കിൽ പോലും കഴിഞ്ഞ വർഷവും അണ്ണന് വേവിച്ച് കൊടുത്തവൾ ഉച്ചയ്ക്ക് കഴിച്ചിട്ടേ വരുള്ളൂ. ഞങ്ങളങ്ങനെ സമ്മതിക്കുകയുള്ളൂ. കാര്യം അങ്ങനെ വേണമല്ലോ വേണ്ടത്. നമ്മൾ കല്യാണം കഴിച്ച് വിട്ട് കഴിഞ്ഞാൽ അവർക്ക് ഈ പറഞ്ഞ കണക്ക് അവൻ ഇല്ലെങ്കിൽ അവരുടെ വീട്ടിൽ ചേച്ചി ഉള്ള സമയത്തായാലും ഇപ്പോഴായാലും അവിടെ നിന്ന് അന്ന് തൊട്ടേ കല്യാണം കഴിഞ്ഞ ആ സമയം തൊട്ട് മിക്കവാറും അവരെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് തന്നെയാണ് വരുന്നത്. അങ്ങനെ എന്തോരോണമെന്ന് ഞാനിങ്ങനെ ആലോചിച്ച് ഒന്നിനും ഒരു മനസ്സില്ല. ഇങ്ങനെ ഇരിക്കുന്നു. എന്തോ മഴ ഇങ്ങനെ അല്ലാത്തൊരു കണ്ടീഷനും, എല്ലായിടവും മഴയും എല്ലാം തന്നെ. ഓണത്തിൻ്റെ ഒരു സാധാരണ ഓണമൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു വെയിലും നല്ല കാറ്റും അങ്ങനെയൊക്കെ ഉള്ളൊരു അന്തരീക്ഷമാണ്. പക്ഷെ ഇവിടെ അങ്ങനെ ഈ നാട്ട് മൊത്തത്തിൽ മഴയും എല്ലാം തന്നെയാണ്. വെയിലില്ല, മഴയാണ്. അപ്പം അടുത്ത് നമുക്ക് മോക്ക് ഇന്നാൾ ഞാൻ പറഞ്ഞില്ലേ, മോക്ക് സ്കൂട്ടിയിൽ നിന്ന് പട്ടിയെടുത്ത് ചാടി ഫ്രണ്ടിൽ പോകുന്നവർ ഫുൾ ബ്രേക്ക് പിടിച്ചപ്പോൾ ഇവർ ബ്രേക്ക് പിടിച്ച് അങ്ങനെ ഇവർക്കുള്ള ഇതിൽ കിട്ടിയില്ല, ഇറക്കുറങ്ങി വരുന്നതും കൂടെ ആയതുകൊണ്ട്. പക്ഷേ മോക്ക് ഞാൻ വന്ന് കണ്ടു. നല്ല മുട്ട് നമുക്ക് വന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര വിഷമം ഉണ്ടാവും. കാര്യം ആ മുട്ട് മൊത്തത്തിലങ്ങ് നീലിച്ച് അവളെ ശരീരം നല്ല ദൂരം ഇടിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ കുഴപ്പമില്ല എന്ന് പറയുന്നെങ്കിലും എൻ്റെ കൊച്ചിൻ്റെ കാലിൻ്റെ മുട്ടൊക്കെ കാണേണ്ട കാഴ്ചയായിരുന്നു. ആശുപത്രിയിൽ അപ്പോഴൊന്നും കൊണ്ടുപോയി കാണിച്ചു. പിന്നെ നെഞ്ചിൽ അതിൻ്റെ ഹാൻഡിലിടിച്ചെന്ന് പറഞ്ഞു. അപ്പോഴേ ഞാൻ പറഞ്ഞു ഒന്ന് സ്കാൻ ചെയ്ത് നോക്കണം എന്നൊക്കെ പറഞ്ഞു. ചിലരാണെങ്കിൽ ഇത്തിരി ഉണ്ടെങ്കിൽ അത് അപ്പോഴേ കൊണ്ടുപോയി അതിന് വേണ്ടുന്നതൊക്കെ അങ്ങനെ ചെയ്യേണ്ട ഒരിതാണ്. പക്ഷേ അവൾ എത്രത്തോളം അങ്ങ് നോക്കുമോ എത്രത്തോളം ആ ഒരു രീതിയാണ് അവൾക്കുള്ളത്. ഇപ്പം ചേച്ചി കൊണ്ടുപോയി നോക്കാൻ തന്നെയാണ് ഞാനും പറഞ്ഞു. ഞാൻ വന്നതുപോലും അതുകൊണ്ടാണ്. ഇവൾ കുഴപ്പമില്ല എന്ന് പറയുന്നത് എന്ന് വിചാരിച്ച് എനിക്ക് എൻ്റെ മക്കൾക്ക് ആയാലും മരുമക്കൾക്കായാലും എന്തെങ്കിലും ഒരു ശകലം എന്തെങ്കിലും ഒന്ന് ആയിക്കഴിഞ്ഞാൽ എനിക്ക് വലിയ ബുദ്ധിമുട്ടാണ് അതൊക്കെ. അതുപോലെ തന്നെ എൻ്റെ ചെറുമക്കൾക്കായാലും അങ്ങനെ തന്നെയാണ്. ബാക്കിയുള്ളവരൊക്കെ പിടിച്ചിരിക്കും, പക്ഷേ എനിക്ക് പെട്ടെന്ന്. അതുപോലെ തന്നെ ഞാൻ ജോലിക്ക് പോകുന്ന പേഷ്യൻ്റ് കെയർ നമുക്കുള്ള സാറിൻ്റെ അടുത്ത് എപ്പോഴും പറയും, ചേച്ചി എപ്പോഴും സ്ട്രോങ് ആയിരിക്കണം, ധൈര്യം എന്ന് എപ്പോഴും എന്നോട് സാറ് പറയും. എനിക്ക് പെട്ടെന്ന് സങ്കടം വരുന്നില്ല. എന്നിട്ട് ഇപ്പോൾ ഞാൻ മാറി, ഒരുപാട് മാറ്റം വന്നു. ഞാൻ സീരിയൽ കണ്ടാൽ കരയും, സിനിമ കണ്ടാൽ കരയും, വേറൊരാളെ വിഷമം കേട്ടാൽ കരയും. ഇപ്പോഴും ഇരുന്ന് ഞാൻ അറിയാതെ എൻ്റെ കണ്ണ് ഇങ്ങനെ ഒരു സീരിയൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ അതിൽ വിഷമം ഇത് വന്നാൽ ഞാൻ അറിയാതെ ഞാനിരുന്ന് കരയും. സിനിമ കണ്ടാൽ കരയും. അപ്പോൾ ഞാൻ വിചാരിക്കും എന്ത് മണ്ടത്തരമാണ് ഞാൻ കാണിക്കുന്നത്. എൻ്റെ രീതി അങ്ങനെയാണ്. അങ്ങനെ ആയിപ്പോയി. അത് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? മനഃപൂർവ്വമല്ല. ചിലർ പറയും കള്ളക്കണ്ണീരാണ്. എൻ്റെ മനസ്സങ്ങനെ കടുത്ത മനസ്സല്ല, കട്ടി മനസ്സല്ല. എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ വിചാരിച്ചിട്ട് എത്ര നിയന്ത്രിക്കാൻ പറ്റാതെയും ചിലപ്പോൾ അങ്ങനെ പൊട്ടിപ്പോവാറുണ്ട്. എനിക്ക് പെട്ടെന്ന് സങ്കടം വരും. ഞാൻ ആരുടെയും പറയാനുള്ളത് ഞാൻ കൂടെ അങ്ങ് പറയും, അങ്ങോട്ട് പറയുന്നൊന്നും പറയത്തുമില്ല. ഇതൊക്കെയാണ്. അപ്പോൾ ഓണത്തിന് ആരും ഇല്ലാത്തതിൻ്റെ ഒരു സങ്കടവും വിഷമവും. മറ്റേതെൻ്റെ മോൻ്റെ കൊച്ചുങ്ങൾ അവരുമൊക്കെ വരുമെന്നുള്ളവർ അങ്ങനെയെങ്കിലും അവരെ കാത്തെങ്കിലും ഇരിക്കാം. ഇപ്പം വർഷം അതും ഇല്ല. എന്തോ ഓണം. ഇതൊക്കെ തന്നെയാണ് ഓണത്തിൻ്റെ വിശേഷങ്ങൾ. ഓണക്കോടിയൊന്നും അങ്ങനെ എടുക്കുമോ അങ്ങനെ ഒന്നുമില്ല. മോള് ഒരു നൈറ്റി മേടിച്ചുകൊണ്ട് വന്ന് അവൾ എപ്പോഴായാലും ഈ പറഞ്ഞ കണക്ക് സാധാരണ അങ്ങനെ എന്തെങ്കിലും മേടിച്ച് തരുന്നൊരു പതിവുണ്ട്. പിന്നെ മോൻ്റെയൊക്കെ കണക്കായിട്ടുള്ള അവർ വരുമ്പോഴത്തേക്ക് എനിക്ക് ഡ്രസ്സ് അവരെടുത്ത് തരാറുണ്ട്.
അതെടുത്ത് തന്ന ആ ഡ്രസ്സ് തന്നെയാണ് ഞാൻ ഓണമായിട്ട് ഞാൻ തയ്ക്കാൻ കൊടുത്തേക്കുന്നത്. ചുരിദാറിൻ്റെ തുണി ഇവിടെ ഇരുന്നത് ഞാൻ തയ്ക്കാൻ കൊടുത്തിട്ടുണ്ട്. അതേ മോനും മരുമോളും മേടിച്ചുകൊണ്ട് തന്ന അവർ പോകുമ്പോൾ അവർ തന്നെയാണല്ലോ എൻ്റെ എല്ലാ സാധനങ്ങളായാലും എനിക്ക് എല്ലാ കാര്യങ്ങളും അവർ തന്നെയാണ്. പിന്നെ എല്ലാ കാര്യങ്ങൾക്കെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കണക്ക് എല്ലാത്തിനും അവരെ മുമ്പ് നമുക്ക് കൈ നീട്ടാൻ പറ്റത്തില്ല. എനിക്ക് ആപത്തിന് 5 വയസ്സിൽ ഞാൻ അവരാരെയൊന്നും ഞാൻ ഇതാക്കുന്നില്ല. കാര്യം എൻ്റെ മോൻ എനിക്ക് അവർ മക്കളെനിക്ക് ഇൻഷുറൻസിൻ്റെ ഇത് എടുത്തിട്ടുണ്ട്. അത് കിടക്കുമ്പോഴേ കിട്ടുള്ളൂ. അല്ലാതെ നമുക്ക് ഈ വരുന്ന കാര്യങ്ങൾക്ക് മൊത്തവും പൈസ ചിലവാകും. പിന്നെ അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ. പിന്നെ നമുക്ക് കുടുംബശ്രീയിൽ അടയ്ക്കുന്നതിന് തന്നെ ഒന്ന് തീരുമ്പോൾ അടുത്ത അതിൻ്റെ ഇത് വീണ്ടും അടവ് തുടങ്ങും. അപ്പോൾ നമുക്ക് കുടുംബശ്രീയിൽ അടയ്ക്കുന്നതിൻ്റെ ഇതാവും. അപ്പം പിന്നെ അതിൽ സമ്പാദ്യം കാണും നമുക്ക്. പിന്നെ മരുന്ന് ഒരു മാസത്തേക്കുള്ള മരുന്നിൻ്റെ ഇത് തന്നെ 10,500 രൂപ നമുക്ക് മരുന്നിന്. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എനിക്ക് BP ഷുഗറും കൊളസ്ട്രോളും ഒന്നുമില്ല. പക്ഷെ തൈറോയിഡ് പിന്നെ ഈ എല്ലിൻ്റെ ഇതിനുള്ള ആ ഒരു ഇത് പിന്നെ അങ്ങനെ 2-3 ഗുളിക ഞാൻ 3-4 ഗുളിക കഴിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെത് മൈഗ്രെയിൻ അതിൻ്റെ ഇത് കഴിക്കുന്നുണ്ട്. അല്ലാതെ കുഴപ്പമില്ല. പിന്നെ എന്നെ ഇതൊക്കെയാണ് എൻ്റെ ഓരോ വിവരങ്ങൾ. ഈ തടി എങ്ങനെയെങ്കിലും ഒന്ന് കുറയുകയാണെങ്കിൽ എനിക്കൊരു പ്രശ്നവുമില്ല. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ അവിടെ ഇരുന്നാലും ഞാൻ എക്സർസൈസൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഇനിയിപ്പം എല്ലാവരും പറയും ജിമ്മിൽ പോവാം. ജിമ്മിലൊന്നും ഈ മുട്ടും നടുവും വയ്യാതിരിക്കുന്നവരൊന്നും ജിമ്മിൽ പോയാൽ പറ്റില്ല. അതിൻ്റെ ഒരിതൊന്നും പറ്റത്തില്ല. എൻ്റെ കൂടെ എൻ്റെ ബന്ധു തന്നെ അവൾ ജിമ്മിൽ പോകുന്നുണ്ട്, ഡോക്ടറാണ്. ചേച്ചി ജിമ്മിൽ പോയി ചേച്ചി പിന്നെ കാലിൻ്റെ മുട്ടിന് തേയ്മാനമൊക്കെ ഉള്ളവർക്ക് അവർക്ക് ഒരു പ്രത്യേകിച്ചൊരു ആളിനെ വെച്ച് നമുക്ക് ഇത് ചെയ്യിച്ച് തരുമെന്ന് പറഞ്ഞു. എന്തായാലും എനിക്കതിനൊന്നും സമയമില്ല, പൈസയും ഞാനൊന്നുള്ള ഇതിന് ഞാൻ പോകുന്നതുമില്ല. എനിക്കതൊന്നും ആലോചിക്കാൻ കൂടി വയ്യ. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഓണമായിട്ട് ഇതാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും സമ്പൽ സമൃദ്ധിയുടെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും നല്ലൊരു ഓണമാവട്ടെ. ഓണത്തിൻ്റെ ഇഞ്ചിക്കറി വയ്ക്കുന്ന മാങ്ങാച്ചാർ ഞാൻ ഇന്നലെ ഇട്ടു. അപ്പോൾ എന്തായാലും നമുക്ക് ഇത്തിരി ഇഞ്ചിയും വെക്കണ്ടേ, ചില നാരങ്ങ. നമുക്ക് ഓണം ഉണ്ടോലും ഇല്ല പോലും. എനിക്കത് വെച്ചില്ലെങ്കിൽ എനിക്ക് എൻ്റെ അമ്മ അവിടെ ഇരുന്ന് എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താണടി എന്നും പറഞ്ഞ് എൻ്റെ അമ്മയ്ക്ക് മനസ്സ് നിറയണം. എൻ്റെ അമ്മ ഇതെല്ലാം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ അമ്മ ഞങ്ങളുടെ എൻ്റെ ചെറുപ്പകാലം എന്ന് പറഞ്ഞാൽ അനിയത്തി അങ്ങനെ ഇതായിട്ടില്ല. എൻ്റെ ചെറുപ്പകാലം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, നെല്ല് ഉരളിൽ കുത്തി അതെടുത്ത് വെള്ളത്തിലിട്ട് ചീനിമാവ് വറുത്ത് അമ്മയ്ക്ക് ഉണ്ണിയപ്പം ചുടണം, ആലങ്ങ ഉണ്ടാക്കണം, അച്ചപ്പം ഉണ്ടാക്കണം, പലഹാരങ്ങളെല്ലാം ഉണ്ടാക്കും. ഇന്ന് ഏതെങ്കിലും വീട്ടിൽ പലഹാരം ഉണ്ടാക്കും. ഏതെങ്കിലും വീട്ടിലില്ല, മേലോട്ട് മാമന്മാരെ വീട്ടിൽ ചെന്നാൽ മാമൻ്റെയൊക്കെ വീട്ടിൽ അച്ചപ്പവും അതൊക്കെ ഇപ്പോഴും ഉണ്ടാക്കുന്നുണ്ട്. ചെന്നാൽ മാമിയൊക്കെ എടുത്ത് തരികയും ചെയ്യും. എനിക്ക് എല്ലാ പ്രാവശ്യവും ചെല്ലുമ്പം മാമിയൊക്കെ എടുത്ത് തരാറുണ്ട്. അവരെ വീട്ടിലുണ്ടാക്കുന്ന പതിവുണ്ട്. ഇനി ഇപ്പം ഉണ്ടാക്കുന്നൊന്നും അറിയത്തില്ല. അങ്ങനെ ഒരു പതിവുണ്ട് അവിടെ ആയിക്കാം. അതൊക്കെയാണ് പണ്ടത്തെ ഓരോ ഓണത്തിൻ്റെയും വിശേഷങ്ങൾ. പിന്നെ 29-ാം തീയതി നമ്മുടെ കുടുംബസംഗമമായി. കുടുംബസംഗമത്തിൻ്റെ ഇതൊക്കെ എന്താണോ എനിക്കറിയില്ല. ഇനിയിപ്പോൾ അതൊരു സന്തോഷമാണ്. നമ്മളെ കുടുംബാംഗങ്ങൾ എല്ലാവരും കൂടി അതൊരു പ്രത്യേക നമ്മുടെ ഒരു ഉത്സവം പോലെയാണ് നമുക്ക്. എൻ്റെ പൊന്ന് മോള് നാട്ടിലില്ല, എൻ്റെ ലാർമിക മോള് നാട്ടിലില്ല. അല്ലെങ്കിൽ കുടുംബസംഗമത്തിൽ എൻ്റെ ലാർമിക മോള പുതിയ അതിഥിയായിട്ട് വരവേൽക്കുന്നതിൻ്റെ ഒരു ഇത് ഉണ്ടായിരുന്നേന്ന് ഇന്നലെ കമ്മിറ്റിയിൽ പറഞ്ഞതായിട്ട് ഇന്നലെ കമ്മിറ്റി ഉണ്ടായിരുന്നു. മോള് പറയുന്നത് കേട്ടു, മോളെ വരവേൽക്കുന്നതായിട്ടുള്ള ഒരു ഇത് വെച്ചനേരുന്നെന്ന്. കാര്യം നമ്മുടെ മംഗലത്ത് പുത്തൻ വീട്ടിലെ പുതിയ അതിഥിയാണല്ലോ. അങ്ങനെ മോളെ വരവേൽക്കുന്നതായിട്ടൊരിത് വെച്ചനെ. അപ്പം മോള് പോയല്ലോ. അപ്പം പിന്നെ മോളില്ലാതെ പിന്നെ എന്തോ വരവേൽപ്പ്. അതൊക്കെ വലിയൊരു സന്തോഷമാണ്. നമ്മുടെ ഒരു കുടുംബ കൂട്ടായ്മയെന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര ഒരു ഇത് തന്നെയാണ്. മോളെയൊക്കെ തിരുവാതിര ഇത് കുറേ ദിവസം കൊണ്ടേ അവർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. മോൾ ഈ വർഷമാണ് ആദ്യമായിട്ട്. അങ്ങനെയൊക്കെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങളുണ്ട് അതിൽ. പിന്നെ നല്ല നല്ല ഒരുപാട് കാര്യങ്ങൾ അതിൽ അവർ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതൊക്കെ നമുക്ക് കാണുമ്പോഴും നമുക്കതിൽ നിൽക്കുമ്പോൾ നമുക്ക് സമയം എത്രയാണെന്ന് പോലും നമ്മൾ അറിയാറില്ല. അതാണ്. അപ്പം ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ. നമുക്ക് അടുത്ത വീഡിയോയിൽ കുറച്ചുകൂടി ഇതാക്കി ഞാൻ ചായ ഇട്ടില്ല. അപ്പം അടുത്ത വീഡിയോയിൽ നമുക്ക്
കാണുകയും കേൾക്കുകയും ചെയ്യാം. നാളെ ഉത്രാടമാണ്, 1-ാം ഓണമാണ്. അപ്പം എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിക്കുന്നു. മാവേലി നാടുവണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തുങ്ങാർക്കുമൊട്ടില്ല താനും കള്ളവുമില്ല ചതിവുമില്ല എള്ളോളമില്ല പുളിവചനം കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല. പാടിയത് തെറ്റാണോ ശരിയാണോ ഒരുപാട് നാളാവൂലേ, ഞാനിപ്പോൾ ഓർമ്മിച്ചങ്ങ് പാടിയതാണ്. വരികൾ തെറ്റാണെങ്കിൽ ക്ഷമിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഒന്നുകൂടി ഹാപ്പി ഓണം.